ചൂട് 40 ഡിഗ്രി കടന്നു. പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും 41 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ്. പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണം. സൂര്യാഘാതവും സൂര്യാതപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. സഹോദരിക്ക് വിവാഹ സമ്മാനമായി വളയും ടിവിയും നൽകാൻ തീരുമാനിച്ചു. യുവാവിനെ ഭാര്യയുടെ ബന്ധുക്കൾ അടിച്ചുകൊന്നു. സഹോദരിക്ക് വിവാഹ സമ്മാനമായി സ്വർണ്ണവളയും ടിവിയും നൽകാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ യുവാവിനെ ഭാര്യയുടെ ബന്ധുക്കൾ അടിച്ചുകൊന്നു. ഉത്തർപ്രദേശിലെ ബാരാബങ്കിയിൽ ചന്ദ്രപ്രകാശ് മിശ്ര എന്ന 35-കാരനാണ് കൊല്ലപ്പെട്ടത്. ഏപ്രിൽ 26-ന് വിവാഹം നിശ്ചയിച്ച സഹോദരിക്ക് ചന്ദ്രപ്രകാശ് സമ്മാനമായി ഒരു സ്വർണ്ണവളയും ടിവിയും നൽകാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ചന്ദ്രപ്രകാശിന്റെ ഭാര്യ ചാപ്പി ഈ തീരുമാനത്തെ എതിർത്തു. തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കവുമുണ്ടായി. തുടർന്ന് ഭർത്താവിനെ പാഠം പഠിപ്പിക്കാൻ ചാബി തന്റെ സഹോദരന്മാരെ വിളിച്ചു വരുത്തി. വീട്ടിലെത്തിയ ചാബിയുടെ സഹോദരന്മാർ ചന്ദ്രപ്രകാശിനെ വടി ഉപയോഗിച്ച് ക്രൂരമായി തല്ലുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ചാബിയെയും സഹോദരന്മാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തിന് പുറമെ തൃശൂർ ജില്ലയിലും നിരോധനാജ്ഞ. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. ഇന്ന് വൈകിട്ട് 6 മുതൽ 27-ന് രാവിലെ 6 വരെയാണ് നിരോധനാജ്ഞ. വോട്ടെടുപ്പ് നടക്കുന്ന 26-ന് ശേഷം ഏപ്രിൽ 27-ന് രാവിലെ 6 വരെ തൃശൂർ ജില്ലയിൽ നിരോധനാജ്ഞ നിലവിലുണ്ടാകും. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും ജില്ലാ കളക്ടറുമായ VR കൃഷ്ണതേജയാണ് ഉത്തരവിട്ടത്. കൊല്ലം മീൻമുട്ടി വനപ്രദേശത്ത് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തി. അന്വേഷണം ആരംഭിച്ചു. കൊല്ലം നെടുവന്നൂർ കടവിന് സമീപം കല്ലട ജലസംഭരണിയോട് ചേർന്നുള്ള മീൻമുട്ടി വനപ്രദേശത്ത് പുരുഷന്റെയെന്ന് സംശയിക്കുന്ന തലയോട്ടികളും അസ്ഥികളും കണ്ടെത്തി. ജലസംഭരണിയിൽ മത്സ്യബന്ധനത്തിന് പോയവരാണ് തലയോട്ടി കണ്ടത്. സംഭവസ്ഥലത്ത് പോലീസ് എത്തി തിരച്ചിൽ നടത്തി. വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളും അസ്ഥികൂടത്തിന്റെ സമീപത്തായി കിട്ടിയിട്ടുണ്ട്. സമീപത്തെ മരത്തിന്റെ കൊമ്പിൽ നിന്നുമാണ് വസ്ത്രങ്ങളുടെ അവശിഷ്ടം കണ്ടെത്തിയത്. അതിനാൽ തൂങ്ങി മരിച്ചതാകാമെന്ന സംശയത്തിലാണ് പോലീസ്. ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ അസ്ഥികളും മറ്റ് തെളിവുകളും ശേഖരിച്ചു. അസ്ഥികൂടത്തിന് മാസങ്ങളുടെ പഴക്കമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാനാകൂ. പ്രദേശത്തും സമീപ പോലീസ് സ്റ്റേഷൻ പരിധികളിലും അടുത്തിടെ കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിച്ച് ആളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സമരത്തിൽ നിന്നും താൽക്കാലികമായി പിന്മാറി ICU പീഡനക്കേസിലെ അതിജീവിത. ICU പീഡനക്കേസ് അതിജീവിത കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറെ ഓഫീസിന് മുന്നിൽ നടത്തി വന്നിരുന്ന സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. സമരം ഇരിക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് IG കമ്മീഷണറോട് വിശദീകരണം ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് അതിജീവിത സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. ഗൈനക്കോളജിസ്റ്റ് KV പ്രീതയ്ക്കെതിരായ കേസിലെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സമരം ആരംഭിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിർദ്ദേശപ്രകാരമാണ് സംഭവത്തിൽ ഉത്തരമേഖല IG അന്വേഷണം ആരംഭിച്ചത്. അതിജീവിതരുടെ സമരത്തെക്കുറിച്ചും അന്വേഷണ റിപ്പോർട്ട് കൈമാറാത്തത് അന്വേഷിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. വിഷയത്തിൽ 15 ദിവസങ്ങൾക്കകം റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെ IG കമ്മീഷണറോട് വിശദീകരണം ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് അതിജീവിത സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്.